വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ കയ്യിൽ പണമില്ലാത്ത ആയിരക്കണക്കിന് ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരു സ്കാമാണ് ഷെങ്കൻ കൺട്രി സ്കാം അഥവാ യൂറോപ്യൻ യൂണിയൻ സ്കാം. പലപ്പോഴും കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ പഠിക്കാൻ പണമില്ലാത്തതുകൊണ്ട് നമ്മുടെ പല വിദ്യാർത്ഥികളും ഈ രാജ്യങ്ങളിലേക്ക് പഠിക്കാനും അവിടെ സെറ്റിലാകാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വിദേശ വിദ്യാഭ്യാസം ഒരു ട്രെൻഡായ കാലഘട്ടമാണ്. എങ്ങനെയെങ്കിലും +2 അല്ലെങ്കിൽ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഈ രാജ്യങ്ങളിൽ പോയി ഒരു കോഴ്സ് പഠിച്ച് അവിടെ സെറ്റിലാകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ പുതുതലമുറ. സോ അതുതന്നെയാണ് പലപ്പോഴും സ്റ്റഡി അബ്രോഡ് ഏജൻസികൾ ചൂഷണം ചെയ്യുന്നതും. എന്താണ് യൂറോപ്യൻ യൂണിയൻ? യൂറോപ്പിലുള്ള 27 രാജ്യങ്ങൾ ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്ന എക്കണോമിക്കലി പൊളിറ്റിക്കലി ഉള്ള ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിലുള്ള കുറച്ച് രാജ്യങ്ങളെയാണ് നമ്മൾ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു 27 രാജ്യങ്ങൾ തമ്മിൽ ട്രാവലിൻ്റെ കാര്യത്തിൽ, അതായത് ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടി 27 രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിലുള്ള ഈ രാജ്യങ്ങളെയാണ് നമ്മൾ ഷെങ്കൻ കൺട്രികൾ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഷെങ്കൻ കൺട്രികളുള്ള ഒരു രാജ്യത്ത് നിന്നും വളരെ അനായാസം മറ്റു രാജ്യത്തിലേക്ക് അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും, അവിടെ ജോലി ചെയ്യാനും സാധിക്കും. എന്നാൽ പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികളെ ആൾക്കാർ ചൂഷണം ചെയ്യുന്നത് ഈ യൂറോപ്പിലുള്ള ഒരു രാജ്യത്ത് നിങ്ങൾ പഠിക്കാൻ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഈ 27 ഷെങ്കൻ കൺട്രികൾ ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം, സോ ഇറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹം ഒരുപക്ഷെ ഫ്രാൻസിൽ പോകുക എന്നുള്ളതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഫ്രാൻസിൽ പോകാനുള്ള പണമില്ല എങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾ ഇറ്റലിയിലോ ലിറ്റുവാനിയിലോ ലാറ്റ്വിയയിലോ പഠിക്കുക. നിങ്ങളുടെ പഠനത്തിന് ശേഷം ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഫ്രാൻസിൽ ഇറ്റലിയിലോ പോവുക, അവിടെ ജോലി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാണ് പലപ്പോഴും സ്റ്റഡി അബ്രോഡ് ഏജൻസികൾ നമ്മുടെ വിദ്യാർത്ഥികളെ കബളിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, യൂറോപ്യൻ യൂണിയനിലെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും അവരുടേതായ ലാംഗ്വേജ് ഉണ്ട്. സോ നിങ്ങൾക്ക് ആ രാജ്യങ്ങളിൽ ജോലി ലഭിക്കണമെങ്കിൽ ഈ ലാംഗ്വേജിൽ നിങ്ങൾ ഫ്ലുവൻ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ലിറ്റുവാനിൽ പഠിച്ച ഒരാളാണ് എങ്കിൽ ആ രാജ്യത്തിൽ പഠിക്കുമ്പോൾ തന്നെ അവിടുത്തെ നേറ്റീവ് ലാംഗ്വേജ് വളരെ നല്ലതുപോലെ പഠിച്ചെടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ പഠനശേഷം ഒരു നല്ല ജോലി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ അത് തെറ്റാണ്, ഒരിക്കലും തെറ്റല്ല. ഈ രാജ്യങ്ങളിൽ നല്ല കോഴ്സുകൾ ചൂസ് ചെയ്ത് പോകുന്നവർക്ക് സെറ്റിലാകാൻ സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നിങ്ങളുടെ കോഴ്സ് സെലക്ഷൻ പാളിയാൽ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പാളിയാൽ, നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് വേണ്ട വിധം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ മുടക്കിയ പണം മുഴുവൻ നഷ്ടപ്പെടാനാണ് സാധ്യത. മാത്രമല്ല, ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ രാജ്യത്തിൽ ജോലി ചെയ്യുന്നില്ല, വേറൊരു രാജ്യത്തിലാണ് ഞാൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇറ്റലിയിലേക്ക് പോയാൽ ഇറ്റാലിയൻ ലാംഗ്വേജിൽ ഫ്ലുവൻ്റ് അല്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഇറ്റലിയിൽ ഒരു നല്ല ജോലി ലഭിക്കത്തില്ല. അതേസമയം നിങ്ങൾ സ്പെയിനിൽ പോവുകയാണെങ്കിലോ നിങ്ങൾക്ക് സ്പാനിഷിൽ ഒരു ഫ്ലുവൻസി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ജർമ്മനിയിൽ ചെന്നാലോ ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെ ഏത് രാജ്യങ്ങളിൽ പോയാലും ആ രാജ്യത്തിൻ്റെ നേറ്റീവ് ലാംഗ്വേജ് വളരെ മനോഹരമായി സംസാരിക്കാൻ അറിയാമെങ്കിൽ മാത്രമേ അവിടെ ഒരു നല്ല കരിയർ നിങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷം പഠിക്കുകയും അതിനുശേഷം 1-2 വർഷം സ്റ്റേ ബാക്കിന് സ്പെൻഡ് ചെയ്യുന്ന രാജ്യത്തിൻ്റെ ലാംഗ്വേജ് വളരെ മനോഹരമായി പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഈ ഷെങ്കൻ കൺട്രിയിലുള്ള, ഷെങ്കൻ റീജിയനിലുള്ള 27 രാജ്യങ്ങളിലെ ഇംഗ്ലീഷ് അല്ലാത്ത നേറ്റീവ് ലാംഗ്വേജ് വേറെയുള്ള ഒരു രാജ്യങ്ങളുടെയും ലാംഗ്വേജ് അത്ര അനായാസമായി പഠിച്ചെടുക്കാനോ അവിടെ ജോലി ചെയ്യാനോ സാധിക്കത്തില്ല. ഞാനിവിടെ പരിചയപ്പെട്ട ഒരാൾ പറഞ്ഞാണ്, സ്വിറ്റ്സർലൻഡിൽ നമുക്ക് പഠിക്കാം, പക്ഷേ പഠനശേഷം സ്വിറ്റ്സർലൻഡിൽ ജോലി ലഭിക്കുകയില്ല, വേറെ ഏതെങ്കിലും ഷെങ്കൻ കൺട്രിയിൽ പോയി നിങ്ങൾ ജോലി ചെയ്യണം. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, സ്വിറ്റ്സർലൻഡിൽ പൊതുവേ ഫീസ് കൂടുതലാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പണം കുറഞ്ഞ ലിറ്റുവാനിയ, ലാറ്റ്വിയ പോലുള്ള രാജ്യത്തിൽ പഠിക്കാനുള്ള ഓപ്ഷൻ വേണ്ടെന്ന് വെച്ച് വളരെ മനോഹരമായ സ്വിറ്റ്സർലൻഡിലേക്ക് പോവുകയും അവിടെ പഠിക്കുകയും ചെയ്തതിന് ശേഷം അവിടെ ജോലി ലഭിക്കാത്തത് കൊണ്ട് വേറെ ഷെങ്കൻ കൺട്രിയിൽ വന്ന് ജീവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന ശുദ്ധ മണ്ടത്തരമാണ്. യൂറോപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂറോപ്പിൽ ഒട്ടനവധി രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളുടെ എല്ലാ ലാംഗ്വേജ്, ബേസ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല, അല്ലെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ നേറ്റീവ് ലാംഗ്വേജ് ഇംഗ്ലീഷല്ല. അവർ വ്യത്യസ്തമായ ലാംഗ്വേജുകൾ സംസാരിക്കുന്ന, വ്യത്യസ്തമായ സംസ്കാരമുള്ള, കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. 2, ഈ ഷെങ്കൻ കൺട്രിയിലും യൂറോപ്യൻ യൂണിയനിലും പെടാത്ത രാജ്യങ്ങളും യൂറോപ്പിലുണ്ട്. ഫോർ എക്സാമ്പിൾ യു കെ ഷെങ്കൻ റീജിയനിലും പെടുന്നില്ല, യൂറോപ്യൻ യൂണിയൻ്റെ പുറത്താണ്. ബ്രെക്സിറ്റിലൂടെ UK യൂറോപ്യൻ യൂണിയന് പുറത്തു പോകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഈ രാജ്യം സാമ്പത്തികമായി മെച്ചപ്പെട്ട രീതിയിലാണോ എന്നും അവിടെ PR ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നും അങ്ങനെ PR ലഭിച്ച് അവിടെ ജീവിക്കുന്നത് കൊണ്ട് നമുക്കെന്തെങ്കിലും മെച്ചമുണ്ടോ എന്നും അവിടുത്തെ ഹാപ്പിനെസ്സിന് ഇൻഡെക്സ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം രാജ്യം ചൂസ് ചെയ്യുക. അതിനുശേഷം
ആ രാജ്യത്തിൽ ഏറ്റവും ജോബ് സാധ്യതയുള്ള കോഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കി ആ കോഴ്സിന് ജോയിൻ ചെയ്യുക. അവിടെ തന്നെ ഒരു ജോലി വാങ്ങി PR നേടാൻ ശ്രമിക്കുക. അല്ലാതെ ഈ രാജ്യങ്ങളിൽ പഠിക്കുന്നവർക്ക് 27 ഷെങ്കൻ കൺട്രികളിൽ ട്രാവൽ ചെയ്യാം, അവിടെ എവിടെയും ജോലി ചെയ്യാം എന്നുള്ള ധാരണ കൊണ്ട് ഞാൻ പഠിത്തം ഉഴപ്പിയാലും ഐ വിൽ ബി സേഫ് എന്ന് ചിന്തിക്കാതിരിക്കുക. അതുകൊണ്ട് യൂറോപ്പ് എന്താണെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ എന്താണെന്നും ഷെങ്കൻ കൺട്രികൾ എന്താണെന്നും യൂറോപ്യൻ യൂണിയൻ പുറത്തുള്ള രാജ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു സ്റ്റഡി അബ്രോഡ് സ്കാമിന് പോയി തല വെച്ച് കൊടുത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ നശിപ്പിക്കാതിരിക്കുക. വളരെ വ്യക്തമായി ഈ രാജ്യങ്ങളെക്കുറിച്ച് പഠിച്ച് ഒരു അവബോധം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഈ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോവുക. കാരണം നിങ്ങളുടെ ഫ്യൂച്ചറാണ്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സ്റ്റഡി അബ്രോഡ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള ആയിരക്കണക്കിന് ഫയലിൽ ഒരു ഫയൽ മാത്രമാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുകയും സക്സസ് ആകാൻ ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.